പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നിലവിൽ പുറത്തേക്ക് വരുന്ന ചില അപ്ഡേറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ബ്രാക്കറ്റ്സ് നിലവിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് മത്സരങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് നോക്കാം. 16 റെസ്ലേഴ്സാണ് രണ്ട് ടൂർണമെൻറ്റിലും വ്യത്യസ്തമായ മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് മത്സരം അതൊരു ഫേറ്റൽ ഫോർവേ മത്സരമാണ്. അതിൽ വിജയിച്ച് വരുന്ന റെസ്ലർക്ക് സെമി ഫൈനലിലും അതിൽ വിജയിച്ച് പിന്നീട് ഫൈനലിൽ വിജയിക്കുന്ന റെസ്ലറിന് സമ്മർ സ്ലാമിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതുമാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ. അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ, ബെക്കി ലഞ്ച്, അലക്സിയ ബ്ലിസ്, ചെൽസി ഗ്രീൻ തുടങ്ങിയവരാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാമത്തേതിൽ നിലവിലെ പുതിയ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ സോൾ ട്രൂക്ക, ലൈറ വൽക്കീരിയ, ഷാർലറ്റ് ഫ്ലെയർ, ജേഡ് കാർഗിൽ തുടങ്ങിയവരും. മൂന്നാമത്തെ ഫേറ്റൽ ഫോർവേയിൽ റോക്സിനി പെരസ്, ഇയോ സ്കൈ, ജൂലിയ, ലാഷ് ലെജൻഡ് തുടങ്ങിയവരും. അവസാനത്തെ ഫേറ്റൽ ഫോർവേയിൽ ബെയ്ലി, റോഡ്രിഗസ്, ജെയ്സി ജെയിന്, കിയാന ജെയിംസ് തുടങ്ങിയവരുമാണ്. അപ്പോൾ ഇതിൽ വരുന്ന റെസ്ലർമാരിൽ ഒരു വിവാദപരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലിവ് മോർഗൻ ഓൾറെഡി ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യനാണ്. ഇനി അഥവാ ലിവ് മോർഗൻ ഈ ടൂർണമെൻറ്റിൽ വിജയിക്കുകയാണെങ്കിൽ ലിവ് മോർഗൻ റിയാ റിപ്ലിയുടെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിനായിരിക്കുമോ ചലഞ്ച് ചെയ്യുക എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ബാക്കി നിൽക്കുന്നത്. ലിവ് മോർഗനെ ഉൾപ്പെടുത്താതെ മറ്റ് ഒരു താരത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ആ റെസ്ലറിന് കയറി വരാനുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു. ലിവ് മോർഗൻ ആണെങ്കിൽ കൃത്യമായി ഇപ്പോൾ വുമൻസ് വേൾഡ് ടൈറ്റിലിൻ്റെ ഒരു സ്റ്റോറി പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഈ ബ്രാക്കറ്റ്സ് പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് ആരാധകർക്കിടയിൽ നിന്ന് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി എന്താണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം. ഇന്നത്തെ റോ എപ്പിസോഡ് ഇറ്റലിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ പോലെ ഇന്ന് രാത്രി 11:30 മുതലായിരിക്കും നമുക്ക് റോ എപ്പിസോഡ് ലൈവ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങളുള്ളത്. 16 റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത്. 8 റെസ്ലേഴ്സ് റോയിൽ നിന്നും 8 റെസ്ലേഴ്സ് സ്മാക്ഡൗണിൽ നിന്നും 4 ഫേറ്റൽ ഫോർവേ മത്സരങ്ങൾ നടക്കുന്നു. വിജയിച്ചു വരുന്ന റെസ്ലറിന് സെമി ഫൈനലിലേക്ക്, പിന്നീട് ഫൈനൽ വിജയിച്ചു വരുന്ന റെസ്ലറിന് സമ്മർ സ്ലാമിലെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സര ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ പെൻഡ, ഒബാഫെമി, സോളസിക്കോവ, കാർമെല ഹെയ്സ് തുടങ്ങിയവരാണ് ആദ്യ ഫേറ്റൽ ഫോർവേയിൽ ഏറ്റുമുട്ടുന്നത്. രണ്ടാമത്തേതിൽ നിലവിലെ AAA മെഗാ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിഡിയോ, നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ബ്രോൺ ബ്രേക്കർ, നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ്, നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരാണ് ആ ഫേറ്റൽ ഫോർവേയിൽ ഏറ്റുമുട്ടുന്നത്. മൂന്നാമത്തേതിൽ സൂപ്പർ താരമായ സെത്ത് റോളിൻസ്, ജിവോൺ എവൻസ് എന്ന യുവതാരം, MFT ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ടോള ടോങ്ക, റിക്കി സയൻസ് തുടങ്ങിയവരാണ് ഏറ്റുമുട്ടുന്നത്. നാലാമത്തെ ഫീറ്റൽ ഫോർവേയിൽ ഊസോ, LA നൈറ്റ്, റോയ്സ് കീസ്, ഫിൻ ബാലർ. ഇതിൽ ഫിൻ ബാലറിനെ സ്മാക്ഡൗണിൻ്റെ ബ്ലൂ കളറിലാണ് അവർ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫിൻ ബാലർ ഇനി ഒഫീഷ്യലായിട്ട് സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് കൂടുമാറുകയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു ബ്രാക്കറ്റ് വന്നതിന് ശേഷം ആരാധകർക്കിടയിലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ഉത്തരം ഇനി വരുന്ന റോ എപ്പിസോഡിലോ സ്മാക്ഡൗൺ എപ്പിസോഡിലോ നമുക്ക് ലഭിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 16 അംഗ ടൂർണമെൻറ്റും കിങ് ഓഫ് ദ റിംഗിന് വേണ്ടി നിലവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബാക്ക് സ്റ്റേജ് അറ്റാക്ക് നടക്കുകയുണ്ടായി. WWE വിമൻസ് ചാമ്പ്യനായ റിയ റിപ്ലി ജെഡ് കാർഗിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. റിയ റിപ്ലി ഈ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള വലിയൊരു സഹായം ലഭിച്ചത് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഈ ബിഫാബ്, മീച്ചിൻ തുടങ്ങിയവർ ജെഡ് കാർഗിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവരെ തിരിച്ചടിക്കാനും ഈ ജെഡ് കാർഗിൽ വിജയിക്കേണ്ട ഒരു സമയത്ത് റിയ റിപ്ലിയുടെ കാലെടുത്ത് ആ റോപ്പിലേക്ക് വെച്ചു കൊടുക്കാനും ഷാർലറ്റിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ജെഡ് കാർഗിലുമായിട്ട് ഓൾറെഡി ഷാർലറ്റ് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ ഒരു സ്റ്റോറി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരും ഫേസ് ടു ഫേസ് വരുന്നത് ഒരു ബിഗ് മാച്ചിൻ്റെ ഒരു ഫീലും നൽകുന്നുണ്ടായിരുന്നു. കൂടാതെ അലക്സിയ ബ്ലിസിനെ സ്റ്റീൽ ചെയറിലേക്ക് ജെഡഡ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചുകൊണ്ട് ജെഡ് കാർഗിൽ ആക്രമിച്ചതും അലക്സിയ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവർക്കിടയിലെ ഈ ശത്രുത അവർ കൃത്യമായി കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ ഇതാ ക്ലാഷ് ഇൻ ഇറ്റലി ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്ന ഷാർലറ്റിനെ ജെഡ് കാർഗിൽ, ബിഫാബ്, മീച്ചിൻ തുടങ്ങിയവർ വന്നിട്ട് ആക്രമിക്കുന്ന ഒരു ചെറിയ കുറച്ച് സെക്കൻഡുകളുള്ള ഒരു ഭാഗം കൂടി നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്മാക്ഡൗണിൽ ജെഡ് കാർഗിൽ, ഷാർലറ്റ് ഫ്ലെയർ തുടങ്ങിയവരുടെ ഒരു സ്റ്റോറി ആയിരിക്കും ഇനി ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ ക്ലാഷ് ഇൻ ഇറ്റലിയുടെ മെയിൻ ഇവൻറ്റിൽ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിൽ ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്ത റോമൻ റീൻസ് ഈ സെലിബ്രേഷൻ നടക്കുന്ന ഒരു സമയത്ത്
ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പോൾ റോമൻ റിയൻസ് പറയുന്നത് LA നൈറ്റ്, റോയ്സ് കീസ് തുടങ്ങിയവർക്കുള്ള ഒരു മറുപടിയാണ്. അതായത് തൻ്റെ കുടുംബത്തിൻ്റെ പേര് വലിച്ചിഴക്കുകയോ തൻ്റെ പേര് വലിച്ചിഴക്കുകയോ ചെയ്താൽ ഇതായിരിക്കും നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്നാണ്. അതായത് ജേക്കബ് ഫാറ്റുവിനൊക്കെ പരാജയപ്പെടുത്തിയതുപോലെ നിങ്ങളെയും പരാജയപ്പെടുത്തുമെന്നാണ്. കാരണം തൻ്റെ കൂടെ വലിയൊരു ടീം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഊസോസ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരെ ഉദ്ധരിച്ചുകൊണ്ട് റോമൻ റിയൻസ് പറഞ്ഞത്. അപ്പോൾ റോയ്സ് കീസ്, LA നൈറ്റ് തുടങ്ങിയവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് റോമൻ റിയൻസ് ആ ഒരു വെല്ലുവിളി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ഇതിനെ ഒരു മറുപടി സോഷ്യൽ മീഡിയയിലൂടെ റോയ്സ് കീസ് കൊടുക്കുകയുണ്ടായി. തൻ്റെ പേര് ഈ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ എവിടെയോ കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് LA നൈറ്റ് ഓൾറെഡി റോമൻ റിയൻസിന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു വെല്ലുവിളി ഡയറക്റ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. റോയ്സ് കീസ് ഇപ്പോൾ ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. LA നൈറ്റും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും ആദ്യത്തെ ഫേറ്റൽ ഫോർവേയിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു മത്സരത്തിൽ ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ ഇതിൽ ഒരാളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുക. അപ്പോൾ ആ മത്സരത്തിൽ വിജയിച്ച് വരുന്ന റെസ്ലറിന് ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും റോമൻ റിയൻസിനെ സമ്മർ സ്ലാമിൽ നേരിടാൻ ഒരു സാധ്യത ഉണ്ടെന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അടുത്ത എതിരാളികൾ ആര് എന്നുള്ളത് റോമൻ റിയൻസ് കൃത്യമായിട്ട് ഈ ക്ലാഷ് ഇൻ ഇറ്റലി കഴിയുന്നതിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ്, ക്ലാഷ് ഇൻ ഇറ്റലിയിലെ ജേക്കബ് ഫാറ്റുവിനെ എതിരെയുള്ള മത്സരം കഴിഞ്ഞ് ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ആ എൻട്രൻസ് റാമ്പിലൂടെ റോമൻ റിയൻസ് നടന്നു വരുന്ന ഒരു സമയത്ത് ആരാണ് QB1 എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. താനാണ് ഇവിടെ ഈ കപ്പിത്താൻ എന്നും താനാണ് ഈ കമ്പനിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതും താനാണ് ട്രൈബൽ ചീഫ് എന്നുള്ളതും റോമൻ റിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ QB1 എന്നുള്ള ഈ ഒരു ചെല്ലപ്പേര് ഉപയോഗിക്കുന്നത് കോഡി റോഡ്സിനാണ്. അപ്പോൾ കോഡി റോഡ്സിനെ ഡയറക്റ്റ് വെല്ലുവിളിക്കുകയാണ് റോമൻ റിയൻസ് ചെയ്തിട്ടുള്ളത്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പോസ്റ്റ് ഷോയിൽ റോമൻ റിയൻസിൻ്റെ വെല്ലുവിളിക്കുള്ള ഒരു മറുപടി കോഡി റോഡ്സ് കൊടുക്കുകയും ചെയ്തു. റോമൻ റിയൻസിൻ്റെ ഈ ഒരു അഭിപ്രായം താൻ കേട്ടു എന്നും അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത് റോമൻ റിയൻസ് പറഞ്ഞതിനെ തനിക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. കാരണം റോമൻ റിയൻസ് ഒരു മത്സരത്തിൽ തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചും താൻ റോമൻ റിയൻസിനെ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈക്വലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്കും ഇപ്പോൾ ഒരു ആധിപത്യം കിട്ടി നിൽക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ചവന്മാരാണ്. പക്ഷേ റോമൻ റിയൻസിനോട് തനിക്കൊരു കാര്യം പറയാനുള്ളത്, ഗുന്തറിനോട് പറഞ്ഞതുപോലെ എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്നുള്ളത്. അപ്പോൾ ഗുന്തറിൻ്റെ വഴിയെ റോമൻ റിയൻസിനും വരാം, പക്ഷേ താൻ പരാജയപ്പെടില്ല എന്നുള്ളതും കോഡി റോഡ്സ് പറയുകയുണ്ടായി. കൂടാതെ ഇവരുടെ ഈ ഒരു ഷോയിൽ വെച്ച് തന്നെ ഒരു ഫേസ് ടു ഫേസ് ഭാഗവും നമുക്ക് കാണാൻ സാധിച്ചു. റോമൻ റിയൻസ് ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതും കോഡി റോഡ്സ് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ ഇരുവരും ഫേസ് ടു ഫേസ് വരുന്നു. പക്ഷേ ഇവർക്കിടയിൽ ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇരുവരും ഫേസ് ടു ഫേസ് വരുന്നു, കുറച്ച് സെക്കൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കുന്നു. എന്നിട്ട് രണ്ടുപേരും രണ്ട് വഴിയെ പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റിയൻസ് ചിരിച്ചുകൊണ്ടും കോഡി റോഡ്സ് കുറച്ച് സീരിയസ് ആയിട്ടുമാണ് ആ ഒരു സംഭവത്തെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അതിനുശേഷമുള്ള രണ്ട് വ്യത്യസ്ത വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഈ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം റോമൻ റിയൻസ്, കോഡി റോഡ്സ് തുടങ്ങിയവർക്കിടയിൽ നടക്കുകയുണ്ടായി. ഈ റോമൻ കോഡി ഇവർക്കിടയിൽ ഒരു മൂന്നാമത്തെ മത്സരത്തിന് വലിയ സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാച്ച് എന്നാണ് വരുന്നത് എന്നുള്ളത് ഉറപ്പില്ല. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളുടെ ചവന്മാരായി ഇരിക്കുന്ന ഒരു സമയത്തോളം ഇവരുടെ മത്സരത്തിൻ്റെ സാധ്യത കുറവാണ്. ഏതെങ്കിലും ഒരു റെസ്ലർ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇവരുടെ ഈ വഴികൾ തമ്മിൽ ഏറ്റുമുട്ടും എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മൂന്നാമത് നടക്കാൻ പോകുന്ന ഈ ഒരു ട്രിയോളജി മാച്ചിൽ വിജയിക്കുന്നത് ആരാണോ അതാണ് നിലവിൽ കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പാണ് നമുക്ക് ഈ ക്ലാഷ് ഇൻ ഇറ്റലിക്ക് ശേഷമുള്ള ഈ മൊമെൻറ്റ്സിലൂടെ കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് എന്താണ് ജേക്കബ് ഫാറ്റു ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിൽ റോമൻ റിയൻസ് വിജയിച്ചതിന് ശേഷം ഊസോസൊക്കെ റിങ്ങിലേക്ക് വന്നതിന് ശേഷം തൻ്റെ പിറകെ ജേക്കബ് ഫാറ്റുവിനോട് വരാൻ റോമൻ റിയൻസ് ഊസോസിലൂടെ പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിച്ചു. കൂടാതെ ജെ ഊസോയും ജേക്കബ് ഫാറ്റുവിനോട് കൂടെ വന്ന് നിൽക്കാനും ഇങ്ങനെ സമയം ചിലവഴിക്കാതെ ഞങ്ങളുടെ കൂടെ വന്ന് ചേരൂ എന്നുള്ളതും പറയുന്നുണ്ട്. ഇവിടെ MFT എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിച്ചു. അവരുടെ ഒരു സ്റ്റോറി അവർ ഇനി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അത് നമുക്ക് റോയിലോ സ്മാക്ഡൗണിലോ ആയിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും ഈ റോ എപ്പിസോഡിൽ ഇന്ന് നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ റോമൻ റിയൻസിനെ എക്നോളജി ചെയ്യുന്ന ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു സെഗ്മെൻറ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജേക്കബ് ഫാറ്റു ട്രൈബൽ ചീഫ് ആയിട്ട് റോമൻ റിയൻസിനെ എക്നോളജി ചെയ്യുമോ അംഗീകരിക്കുമോ എന്നുള്ളത് റോ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം. എന്തായാലും റോമൻ റിയൻസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ജേക്കബ് ഫാറ്റുവിന് ഇനി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വഴിയുള്ളത്. ഇനി MFTയുടെ ഒരു ഇടപെടൽ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയാൻ ബാക്കിയുള്ളത്. ഈ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ഈ സോളോ സിക്കോവയെയും ടീമിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ റോമൻ റിയൻസ് മറ്റ് താരങ്ങൾക്കെതിരെ സ്റ്റോറി ചെയ്ത് ഈ ഒരു ഡയറക്ഷൻ തന്നെ മാറ്റിപ്പോകുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.